ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ചെറിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ലേഡീസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു എക്സിബിഷൻ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, പ്രജേഷാണ് Pvt Ltd നിന്ന്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് ഇത് കണ്ണൂർ ക്ലബ് എന്നുള്ളൊരു ക്ലബ്ബാണ്. Kl13 വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു രജിസ്റ്റേർഡ് കമ്പനീൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഇതിലിപ്പം പബ്ലിക്കിനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റും പൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സിബിഷൻസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി അടുത്ത് അകത്തേക്ക് പ്രവേശിച്ചിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻ്റൊക്കെ ഒന്ന് നോക്കാം. റെസ്റ്റോറൻറ്റ് നോക്കിയാൽ മാത്രം പോരാ, നമുക്കെന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാം. അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ അവരുടെ റിസപ്ഷനും 1-2 പ്ലേ ഐറ്റംസും പിന്നെ 2-3 പേർക്കൊക്കെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയർസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ടുള്ള സ്റ്റെയർ കാണാം. മുകളിലിപ്പോൾ നിലവിലൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. കണ്ണൂർ ക്ലബിൽ നിലവിൽ 21 പ്രൊമോട്ടർമാരാണ് നിലവിലുള്ളത്. ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുവാനും പറ്റും. ഇതിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റും കൂടെ തന്നെ ഒരു വർക്കിംഗ് സ്പേസും. അപ്പോൾ ഇവിടെ മെമ്പർഷിപ്പ് വരുന്നത് 5 lakh rupees ലൈഫ് ടൈം മെമ്പർഷിപ്പാണെന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് 5 lakh rupees. അപ്പോൾ അതിൽ 5 lakh അടിച്ചിട്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ പൂളും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ജിമ്മ് വരുന്നുണ്ട്, അതൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റെസ്റ്റോറൻറ്റിൽ 30% ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൂള് വരുന്നത്. പൂള് പബ്ലിക്കിന് അലൗഡാണ്. പബ്ലിക്കിന് പെർ ഹവർ 250 plus GST ആണ് വരുന്നത്. 3 hour ആകുമ്പോൾ 500 plus GST വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും. നല്ല മനോഹരമായിട്ടുള്ള പൂളാണ്. പൂളും അതിനോട് ചേർന്നിട്ട് തന്നെ 2 സീറ്റിംഗ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. സൺബാത്തിനൊക്കെ പറ്റുന്ന ടൈപ്പിൽ ഒരു സീറ്റിംഗ് സ്പേസ്. ചെറിയ ഫങ്ഷൻസിനും അതിനെല്ലാം പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. Kl13 വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവരെ കണ്ണൂരിലെ ആദ്യത്തെ പ്രൊജക്റ്റാണിത്. അപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റ് ചാലയിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതും വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. ഉടനെ തന്നെ ഓപ്പൺ ആകും. അപ്പം നമ്മൾ പുറത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ എത്തി. ഇതാണ് അവരുടെ ചെറിയൊരു കിച്ചൺ സ്പേസ്. റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട് തന്നെ ഉള്ളത്. അകത്ത് വേറെയും കിച്ചൺ ഉണ്ട്. അവിടെ ജ്യൂസും അങ്ങനെയുള്ള സലാഡ്സും ഒക്കെ ആക്കുന്നൊരു സ്പേസാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ക്ലബ് സാൻഡ്വിച്ചും അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട് സലാഡും. ക്ലബ് സാൻഡ്വിച്ച് ഇതൊരു പോർഷനാണേ. 2 പീസായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചും അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസുമാണ് ഉള്ളത്. പിന്നെ കൂടെ സോസും മയോണൈസും. ഇതവരുടെ ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാനില ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ്. ഇവിടെ ഇപ്പോൾ നിലവിൽ സാറ്റർഡേയ്സിലും സൺഡേയ്സിലും മാത്രമാണ് ഇതുപോലെയുള്ള സ്നാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി വീക്ക് ഡേയ്സിൽ ലഞ്ച് മാത്രമേ നിലവിൽ അവർ കൊടുക്കുന്നുള്ളൂ. ലഞ്ച് എന്ന് പറഞ്ഞാൽ ബുഫറ്റാണ്. 299 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അതിൽ തന്നെ വെജും നോൺ വെജും ഒക്കെ ഉണ്ടാകും. ഏത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇത് നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച്. 3 ലെയർ ബ്രെഡിൻ്റെ അകത്ത് ചിക്കന്, എഗ്ഗ്, ലെറ്റ്യൂസ്, ടൊമാറ്റോ, ഓണിയൻ, കുക്കുംബർ, മയോണൈസ് അങ്ങനെ ഒക്കെ നിറച്ചിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ച്.
അപ്പം നമുക്കിനി സോസും മയോണൈസും ഒക്കെ പ്ലേറ്റിലേക്ക് ആക്കി നമുക്ക് ആ ഫ്രഞ്ച് ഫ്രൈസും ക്ലബ് സാൻഡ്വിച്ചും ഒക്കെ കഴിക്കാൻ നോക്കാം. ഈ ഒരു പോർഷന് ഇവർ ചാർജ് ചെയ്യുന്നത് 250 പ്ലസ് GST ആണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് സോസിലും മയോണൈസിലും ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഇനി നമുക്ക് കാര്യമായ ഐറ്റം നമ്മുടെ സാൻഡ്വിച്ച്, അത് ആ മയോണൈസും സോസും കൂട്ടിയിട്ട് കഴിക്കാം. സാൻഡ്വിച്ചൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊരു ഹൈഫൈ ക്ലബ് ആയതുകൊണ്ട് ഇവിടുത്തെ ചാർജും കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഞാനിതൊക്കെ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഒരാളിവിടെ തകൃതിയായിട്ട് സാൻഡ്വിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റും അവിടുത്തെ ആംബിയൻസും ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ അകത്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ടിട്ട് മുകളിലൊരു സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ്. 170 പ്ലസ് ടാക്സാണ് ഇവർ ഈ ഒരു ഫ്രൂട്ട് സലാഡിന് ഈടാക്കുന്നത്. പക്ഷേ ഫ്രൂട്ട്സ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പൈനാപ്പിളും വാട്ടർ മെലണും മാത്രം. ഇതവിടെ പുറത്ത് നടന്നുകൊണ്ടിരുന്ന ചെറിയൊരു എക്സിബിഷൻ കൗണ്ടറിൻ്റെ അകത്തുള്ള ഡ്രസ്സുകളുടെ വീഡിയോ ആണേ. ലക്നൗ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശുദ്ധി ചിക്കൻ ഡിസൈനർ സ്റ്റുഡിയോൻ്റെ ചെറിയൊരു എക്സിബിഷൻ. കണ്ണൂർ സ്വദേശികൾ തന്നെയാണ് അവരും. 2-3 ദിവസത്തെ ഒരു ചെറിയൊരു എക്സിബിഷൻ മാത്രമായിരുന്നു അത്. ഇതുപോലെ നിങ്ങൾക്കും എക്സിബിഷൻസൊക്കെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കണ്ണൂർ ക്ലബ്ബുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. കണ്ണൂർ ക്ലബിൻ്റെ കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ എക്സിബിഷൻ്റെ ഡേറ്റ് പറയാത്തത് ഈ വീഡിയോ വരുമ്പോഴേക്കും എക്സിബിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. വെറും 3 ദിവസത്തെ എക്സിബിഷൻ മാത്രമായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് തന്നെ 2ാമത്തെ ദിവസമായിരുന്നു. ചെറിയ ബർത്ത്ഡേ ഫങ്ഷൻസോ അങ്ങനെയുള്ള ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് ഈ കണ്ണൂർ ക്ലബ്ബ്. പിൻവശത്ത് നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒക്കെ ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.